ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡയഗ്നോസിസ് അല്ല. അതിന് പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മുടെ ഫേസിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് കുറെ റീസൺസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത് മെലാസ്മ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ കരിമംഗല്യം എന്ന് പറയും. അതുകൂടാതെ ഹെയർ ഡൈ യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഫോർഹെഡിൽ പിഗ്മെന്റേഷൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലുള്ള ഏരിയാസ്, അതായത് നമ്മൾ T സോൺ എന്ന് പറയും, ആ ഏരിയാസിൽ പിഗ്മെന്റേഷൻ കൂടുതലായിട്ട് കാണാറുണ്ട്. അതിന് സെബോറിക് മെലനോസിസ് എന്ന് പറയും. അതുപോലെ തന്നെ ആക്നെ ഇഷ്യൂസ് അല്ലെങ്കിൽ മുഖക്കുരു മൂലമുണ്ടാകുന്ന പാടുകൾ, അത് ആക്നെ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. അങ്ങനെ പല റീസൺസ് കൊണ്ടാണ് നമുക്ക് ഫേസിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ എന്താണോ അതിന് കോസ്, അതനുസരിച്ച് അതിന്റെ ട്രീറ്റ്മെന്റും വേരി ചെയ്യും. ഫസ്റ്റ് നമ്മൾ അതിന്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ബേസിക്കലി ഹൈപ്പർ പിഗ്മെന്റേഷൻ പ്രോബ്ലം ഉള്ളവർക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു ജനറൽ മെഷേഴ്സ് ഉണ്ട്. അതായത് ഒരു ജെന്റൽ ക്ലെൻസർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ, ഒരു SPF 50 എബവ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോസ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും വേരി ചെയ്യും. ഇതിന് നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആയിട്ടുള്ളത് ടോപ്പിക്കൽ ക്രീംസ് ഉണ്ട്, അതുപോലെ തന്നെ ഓറൽ ടാബ്ലറ്റ്സ് ഉണ്ട്. ഇനി ഇതുകൊണ്ട് കൺട്രോൾഡ് ആവുന്നില്ലെങ്കിൽ നമുക്ക് പ്രൊസീജിയേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട്. പിഗ്മെന്റേഷൻ ഇഷ്യൂസിന് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് മെയിൻലി കെമിക്കൽ പീലിങ്ങും അതുപോലെ തന്നെ ലേസേഴ്സും ആണ്. കെമിക്കൽ പീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൂപ്പർഫിഷ്യൽ ലെയർ ഓഫ് സ്കിന്ന് പതുക്കെ പീൽ ഓഫ് ആയി അടിയിൽ നിന്ന് പുതിയതായിട്ടുള്ള സ്കിന്ന് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പേഷ്യന്റിന്റെ പിഗ്മെന്റേഷന്റെ ഡെപ്ത് അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന പീലിംഗ് ഏജന്റും ഡിഫർ ചെയ്യും. അതുപോലെ തന്നെ ലേസേഴ്സ് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് Q-switched Nd:YAG ലേസർ, അതുപോലെ തന്നെ പീക്കോ ലേസേഴ്സ്. ഇതുപോലെ കെമിക്കൽ പീലിംഗ് ലേസേഴ്സ് ആണ് നമുക്ക് പ്രൊസീജിയേഴ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. സ്കിൻ റിലേറ്റഡ് ടോപ്പിക്സ് നമ്മുടെ ബോയ്സ്തെറ്റിക്കയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും അവൈലബിൾ ആണ്. പ്ലീസ് ഹാവ് എ ലുക്ക്.